ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 36ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗവർണർ ജനറൽമാരും അതേപോലെ തന്നെ വൈസ്രോയിമാരെ കുറിച്ചാണ്. നമുക്ക് പഠിക്കാനായിട്ട് 15 ഗവർണർ ജനറൽമാരും 20 വൈസ്രോയിമാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. PSC എക്സാമുകളിൽ തീർച്ചയായിട്ടും 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ 35 ദിവസത്തെ ക്ലാസ്സുകൾ മാത്രമാണ് നിലവിലായിട്ടുള്ളൂ. ആദ്യം മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വന്നതും ബംഗാളിൽ അതേപോലെ തന്നെ എന്താണ് ബീഹാർ എന്നീ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ഏകീകരണ ഭരണം നടപ്പിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നേരെ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്, ഗവർണർ ജനറൽമാരെ കുറിച്ച്. ഗവർണർ ജനറൽമാർ പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ എന്താണ് വൈസ്രോയിമാരും പഠിക്കും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് മൊത്തമായിട്ട് വീഡിയോ കാണുക. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന രീതി. 2 രീതികൾ വഴിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്നത്. ഒന്നാണ് യുദ്ധങ്ങൾ വഴിയും 2 നിയമങ്ങൾ വഴിയും. അങ്ങനെ ഈ 2 രീതികൾ വഴി, ഒന്ന് യുദ്ധങ്ങളും അതേപോലെ തന്നെ നിയമങ്ങൾ വഴിയുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത്. അന്ന് ഇത് ജോൺ കമ്പനി എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. അത് ഇംഗ്ലണ്ടിലാണ്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിലേക്ക് മാറിയത്. യുദ്ധങ്ങൾ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് പ്ലാസി യുദ്ധം, 2 ബക്സാർ യുദ്ധം. ഓക്കെ, ഇനി അടുത്തതാണ് മൈസൂർ യുദ്ധങ്ങൾ, അതേപോലെ തന്നെ മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ഇത്രയും 4 യുദ്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധം വഴിയാണ് നമുക്ക്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം അവർ കീഴടക്കിയത്. ഓക്കെ, അപ്പോൾ പ്ലാസി യുദ്ധവും അതേപോലെ തന്നെ ബക്സാർ യുദ്ധവും വഴിയാണ് ബംഗാൾ കീഴടക്കിയത്. അതേപോലെ തന്നെ ബീഹാറും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, കാരണം ബക്സാർ യുദ്ധം നടന്നത് ബീഹാറിലാണ്. ഇനി യുദ്ധങ്ങൾ വഴി എന്ന് പറയുമ്പോൾ മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാറും അതേപോലെ തന്നെ കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കിയത്. ഇനി മറ്റൊരു യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ഈ മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത എന്ന പ്രദേശമാണ് കമ്പനി കീഴടക്കിയത്. ഇനി നിയമങ്ങൾ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് ഈ 2 നിയമങ്ങൾ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും. അതായത് ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് സൈനിക സഹായ വ്യവസ്ഥ. ഈ സൈനിക സഹായ വ്യവസ്ഥ വഴി കേന്ദ്രീകരിച്ച് എന്താണ് കമ്പനി കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഇനി ദത്തവകാശ നിരോധന നിയമം, ആ ഒരു നിയമം വഴി നിലവിൽ കമ്പനി കീഴടക്കിയ പ്രദേശങ്ങളാണ് ഝാൻസിയും സത്താറയും നാഗ്പൂറും. അപ്പോൾ ഇത്രയാണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതങ്ങ് പഠിച്ച് നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്നത് 2 രീതികളിലൂടെയാണ്. ഒന്നാമത്തെയാണ് മക്കളെ യുദ്ധങ്ങൾ വഴിയും, രണ്ടാമത് നിയമങ്ങൾ വഴിയും. യുദ്ധങ്ങൾ വഴി വന്നപ്പോൾ ഇവിടെ കമ്പനി നിലവിൽ ഏതൊക്കെ യുദ്ധങ്ങളാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്ലാസി യുദ്ധം, 2 ബക്സാർ യുദ്ധം. ഇനി മൈസൂർ യുദ്ധങ്ങളും മറാത്ത യുദ്ധങ്ങളും. ഈ കമ്പനി നടത്തിയ യുദ്ധങ്ങൾ വഴി അവർ കേന്ദ്രീകരിച്ച ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ, അതേപോലെ കൂർഗ്, മറാത്ത, ബംഗാൾ, ബീഹാർ എന്നീ 5 പ്രദേശങ്ങളാണ് കമ്പനി യുദ്ധങ്ങൾ വഴി എന്ത് ചെയ്തത്, കേന്ദ്രീകരിച്ച് കീഴടക്കി അവിടെ എന്ത് ചെയ്തു, ഏകീകൃത ഭരണം നടപ്പിലാക്കി. ഇനി നിയമങ്ങൾ വഴിയാണെങ്കിൽ 2 നിയമങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന നിയമം, അതേപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം. ഇത് 1798 സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമമാണെങ്കിൽ 1848 ഇതുവഴിയാണ് നിലവിൽ കേന്ദ്രീകരിച്ച 6 പ്രദേശങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ,
ഝാൻസി, സത്താറ, നാഗ്പൂർ ഇത്രയും പ്രദേശങ്ങളിലാണ് കമ്പനി ഏകീകൃത ഭരണം നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിനു ശേഷമാണ് ബംഗാളിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗവർണറായിട്ട് റോബർട്ട് ക്ലൈവ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് പഠിക്കാം പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗാളാണ്. ഓർത്തു വച്ചോ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, ബംഗാൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസി യുദ്ധമാണ്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം, ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യവുമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1787 ജൂൺ 23. ഓക്കെ, അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണ് 1757 ജൂൺ 23. എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മക്കളെ ആരൊക്കെയാ, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നടന്ന വർഷം 1757 ജൂൺ 23. ഡിഗ്രി ലെവൽ എക്സാംസ് ആവുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇനി അല്ലാത്ത എക്സാം ആണെങ്കിൽ മാത്രമാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 എന്ന് ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഡേറ്റും ദിവസവും വർഷവും പഠിച്ചോ. 1757 ജൂൺ 23. ആരൊക്കെ തമ്മില്, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം. എന്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിറാജ് ഉദ്ദൗള ആയിരുന്നു ആ സമയത്ത് എന്തെന്ന് പറയുന്നത്, ബംഗാളിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. നമുക്കറിയാം, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ആരായിരിക്കും, സിറാജ് ഉദ്ദൗള ആയിരുന്നു അന്ന് ബംഗാളിലെ ഭരണാധികാരി. 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി അദ്ദേഹം കൽക്കട്ട പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാണ് അദ്ദേഹം കൽക്കട്ട പിടിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി സിറാജ് ഉദ്ദൗള കൽക്കട്ട ആദ്യം തന്നെ പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം 1756 ജനുവരി 2 ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്യാണ്, വീണ്ടും ഈ പറയുന്ന കൽക്കട്ട തിരിച്ചു പിടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ തിരിച്ചു പിടിച്ചപ്പോൾ അന്ന് ആരാണ് യുദ്ധം നയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ആദ്യം ആര്, ഈ പറയുന്ന സിറാജ് ഉദ്ദൗള എന്ന് പറയുന്ന ബംഗാളിലെ ഭരണാധികാരി കൽക്കട്ട പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാര് വീണ്ടും എന്ത് ചെയ്യാണ്, തിരിച്ച് അദ്ദേഹത്തിൽ നിന്നും കൽക്കട്ട പിടിച്ചെടുത്തത് 1757 ജനുവരി 2. അതായത് ഒരു വർഷം കയ്യിലുണ്ടായി കൽക്കട്ട. ഓക്കെ, കൽക്കട്ട തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവച്ച സന്ധിയുണ്ട്. ആ സന്ധിയുടെ പേരാണ് അലിഗർ സന്ധി. ഓക്കെ, അപ്പോൾ അലിഗർ സന്ധി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്, കൽക്കട്ട തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും അതേപോലെ തന്നെ സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയുടെ പേരാണ് അലിഗർ സന്ധി എന്ന് പറയുന്നത്. സിറാജ് ഉദ്ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിലവിൽ ഈ പറയുന്ന സിറാജ് ഉദ്ദൗളയെ തോൽപ്പിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ കോഴ കൊടുത്ത് വാങ്ങിയ ഈ പറയുന്ന സിറാജ് ഉദ്ദൗളയുടെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ മിർ ജാഫറിനെ എന്ത് ചെയ്യാണ്, കൈക്കൂലിയിൽ വശത്താക്കി എന്താണ് അടുത്ത നവാബാക്കി വാഴിക്കാം എന്നുള്ള വലിയൊരു ഓഫർ ആർക്ക് കൊടുക്കുകയാണ്, ഈ പറയുന്ന മിർ ജാഫറിന് കൊടുക്കുകയാണ്. അപ്പോൾ മിർ ജാഫർ എന്ന് പറയുന്നത് ഈ പറയുന്ന സിറാജ് ഉദ്ദൗളയുടെ സൈനിക തലവനാണ്. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഓഫർ ആര് കൊടുക്കുകയാണ്, ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്രയും വലിയൊരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ്, മിർ ജാഫർ ചെറുതായിട്ടൊന്ന് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാണ്, ആകൃഷ്ടനായി അതേപോലെ ഈ ഒരു കാര്യം ചെയ്യാമെന്നുള്ളത് ആര് സമ്മതിക്കുകയാണ്, ഈ പറയുന്ന മിർ ജാഫർ സമ്മതിക്കുകയാണ്. അങ്ങനെ ആരുടെ കൂടെ ചേരുകയാണ്, ഈ പറയുന്ന മിർ ജാഫർ എന്ന് പറയുന്ന സിറാജ് ഉദ്ദൗളയുടെ സൈനിക തലവൻ ആരുടെ കൂടെ ചേർന്നു, ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന്റെ നേതാവായ
റോബർട്ട് ക്ലൈവിന്റെ കൂടെ ആര് ചേരുകയാണ്? മിർ ജാഫർ ചേരുകയാണ്. അങ്ങനെ ആരെ തോൽപ്പിക്കുകയാണ്? നമ്മുടെ സിറാജുദ്ദൗളയെ നൈസായിട്ട് ആര് തോൽപ്പിക്കുകയാണ്? റോബർട്ട് ക്ലൈവ് തോൽപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? നിലവിൽ ഈ പറയുന്ന അവര് എന്തായാലും പറഞ്ഞൊരു ഓഫർ എന്തായിരുന്നു? ഈ പറയുന്ന മിർ ജാഫറിനെ അടുത്ത ബംഗാളിലെ നവാബാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു ഓഫർ. എന്ത്? ഈ പറയുന്ന ചതിയിലൂടെ ആര് തോറ്റു കഴിഞ്ഞാൽ? സിറാജുദ്ദൗള തോറ്റു കഴിഞ്ഞാൽ. അങ്ങനെ സിറാജുദ്ദൗളയെ മിർ ജാഫർ തോൽപ്പിച്ച ശേഷം ഈ പറയുന്ന മിർ ജാഫറിനെ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായി എന്ത് ചെയ്യാണ്? അവരോധിക്കുകയാണ്. ഓക്കെ, ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിർ ജാഫർ ആണ്. ഒത്തിരി തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് ക്ലൈവിന്റെ കുറുക്കൻ. കാരണം എന്ത് ചെയ്യുകയാണ്? നിലവില് ഈ പറയുന്ന ക്ലൈവിന്റെ കൂട്ടം കൂടി അല്ലെങ്കിൽ ക്ലൈവിനോട് ചേർന്ന് ആരെ തോപ്പിക്കുകയാണ്? പാവപ്പെട്ട സിറാജുദ്ദൗള തന്റെ ബോസിനെ ഒറ്റ കൊടുക്കുകയാണ്. മിർ ജാഫർ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ചരിത്രത്തിൽ പിന്നീട് എങ്ങനെ വിളിച്ചത്? ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? മിർ ജാഫർ ആണ്. ഓക്കെ, അപ്പോൾ ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ മിർ ജാഫർ ആണ്. യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച അറിയപ്പെട്ടതാണ് പ്ലാസി പ്ലണ്ടർ എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ യുദ്ധം ആര് ജയിച്ചു? ബ്രിട്ടീഷുകാരായിട്ടുള്ള റോബർട്ട് ക്ലൈവ് ജയിച്ചു. അപ്പോൾ അതിനുശേഷം ഈ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്യാണ്? പ്ലാസി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എന്ത് ചെയ്യാണ്? മൊത്തം കവർച്ച നടത്തുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വീണ്ടും അവരെന്ത് ചെയ്യാണ്? അവിടെ നിന്ന് കവർന്നു കൊണ്ടുപോവുകയാണ് യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസി പ്ലണ്ടർ എന്ന് പറയുന്നത്. മക്കളെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ഈ പ്ലാസി എന്ന് പറയുന്നത്, അതായത് അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് പ്ലാസി എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു പേര് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ ഈ പ്ലാസി എന്ന് പറയുന്ന ഒരു തരം എന്താണ് പലാശി എന്ന് പറയുന്ന വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് എന്താണ് പണ്ട് കാലത്ത് ഹോളിയൊക്കെ ആഘോഷിക്കാനായിട്ട് ചുവന്ന നിറത്തിലുള്ള ഇലകൾ പറിച്ചുകൊണ്ടിരുന്നത് ഈ പലാശി എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നാണ്. അങ്ങനെ ഈ വൃക്ഷത്തിൽ നിന്നും ചുവന്ന ഇലകൾ പറിക്കുകയും ഹോളി ആഘോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടാണ് ആ പ്രദേശം എന്താണ് പലാശി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് എന്താണ് ബ്രിട്ടീഷുകാർ അങ്ങോട്ടേക്ക് വരികയും ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന എന്താണ് പലാശി എന്ന് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് വന്നതിനാലാണ് പിന്നീട് അത് പ്ലാസി എന്ന പേരിലേക്ക് മാറാനുണ്ടായ കാരണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്ലാസി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എവിടെയാണ്? ബംഗാളിലാണ് പ്ലാസി എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്ലാസി പ്ലണ്ടർ എന്ന് പറയുന്നത് യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ചയ്ക്ക് പറയുന്ന പേരായിരുന്നു എന്ത്? പ്ലാസി പ്ലണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ഇനി പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആലങ്കീർ രണ്ടാമനാണ്. ഓക്കെ, ആലങ്കീർ രണ്ടാമനാണ് പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലങ്കീർ രണ്ടാമൻ. ഓർത്തു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലങ്കീർ രണ്ടാമനാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുട്ടറ ദുരന്തമാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്ന പ്രസ്താവനയിൽ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ പ്ലാസി യുദ്ധം ഉണ്ടാകാനുണ്ടായ കാരണത്തിൽപ്പെട്ട കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഭവമായിരുന്നു ഇരുട്ടറ ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ടറ ദുരന്തം ഏത് സംഭവവുമായി താഴെ പറയുന്നവയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടറ ദുരന്തം എന്താ? പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇരുട്ടറ ദുരന്തം. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവമാണ് ഇരുട്ടറ ദുരന്തം. 1756 ബംഗാളിലെ നവാബായ സിറാജുദ്ദൗള കൽക്കട്ട പിടിച്ചെടുത്ത ശേഷം 146ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറ മുറിയിൽ അടച്ചിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇത് ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി, അതർവൈസ് നോൺ ആസ് ഇരുട്ടറ ദുരന്തം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇരുട്ടറ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സിറാജുദ്ദൗള എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സൈന്യത്തെ ഏകദേശം 146ഓളം വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിട്ട് കൊന്നുകളഞ്ഞു. അതിൻ്റെ അകത്ത് 146 പേരെ അടച്ചിട്ടപ്പോൾ 123ഓളം പേരാണ് അതിൻ്റെ അകത്ത് നിലവിൽ എന്ത് ചെയ്ത് മരണപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത്രയും പേര് 123 പേര് മരിച്ചു. അതിൻ്റെ ഒരു എന്താണ് ആ ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പ്ലാസി യുദ്ധത്തിലേക്ക് വഴിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുട്ടറ ദുരന്തം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും പേരാണ് നിലവിൽ എന്ത് ചെയ്തത്?
മരിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഈ പറയുന്ന പ്ലാസി യുദ്ധത്തിന്റെ കാരണമായ സംഭവം എന്ന് ഇരുട്ടറ ദുരന്തത്തെ പറയുന്നത്. അല്ലെങ്കിൽ ഇരുട്ടറ ദുരന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? സിറാജുദ്ദൗളയാണ്. എത്ര പേരാണ് ഇതിൽ മരണപ്പെട്ടത്? 123 പേര്. എത്ര പേരെയാണ് നിലവിൽ ഇരുട്ടറയ്ക്കുള്ളിൽ ആക്കിയതെന്ന് ചോദിച്ചാൽ 146 പേരെ. ആരായിരുന്നു ഇവരൊക്കെ? ബ്രിട്ടീഷ് സൈനികരായിരുന്നു. ഓക്കെ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നമുക്കറിയാം, പശ്ചിമ ബംഗാളിലാണ് പ്ലാസി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തൊരു നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ബക്സാർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഓക്കെ, ബക്സാർ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലാസി യുദ്ധത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന യുദ്ധത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. നടന്നത് 1757 ജൂൺ 23 ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ നമ്മുടെ ആരാണ് ബംഗാളിലെ ഭരണാധികാരിയായ സിറാജ് ഉദ്ദൗളയും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നത്. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഈ പറയുന്ന യുദ്ധം? ആദ്യം കൽക്കട്ട പിടിച്ചെടുത്തു, വീണ്ടും കൽക്കട്ട ആരിൽ നിന്നും? ബ്രിട്ടീഷുകാരിൽ നിന്നും അവർ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഇരുട്ടറ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം 1756 ഉണ്ടാകുന്നു. അതിൽ 123ഓളം ബ്രിട്ടീഷ് സൈനികരെ കൊല്ലപ്പെടുന്നു. അതിനുശേഷം റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന വ്യക്തി മിർ ജാഫർ എന്ന് പറയുന്ന സിറാജുദ്ദൗളയുടെ സൈനികനെ എന്ത് ചെയ്യാണ്? കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയും അങ്ങനെ യുദ്ധം ആര് ജയിക്കുന്നു? ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് ജയിക്കുന്നു. അങ്ങനെ റോബർട്ട് ക്ലൈവ് ജയിക്കുകയും തൽസ്ഥാനത്തേക്ക് നവാബ് എന്ന് പറയുന്ന ആളെ ആക്കുകയാണ്. മിർ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയെ അവിടുത്തെ നവാബാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ചരിത്രത്തിൽ മിർ ജാഫറിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. എല്ലാ പോയിന്റ്സും നമ്മൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. സെറ്റാണ് എന്ന് കരുതുന്നു. നമുക്ക് ബക്സാർ യുദ്ധത്തിലേക്ക് പോകാം. ഓക്കെ, ബക്സാർ യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് 1764 ഒക്ടോബർ 22 നടന്ന ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ബക്സാർ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയിന്റ് ഏതാണ്? അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം. അങ്ങനെ തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ, അതായത് ആദ്യ യുദ്ധത്തിൽ ആരെ നിലവിൽ അവർ സ്വാധീനിച്ചത്? സിറാജുദ്ദൗളയുടെ സൈനിക തലവനായ മിർ ജാഫറിനെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയും അങ്ങനെയാണ് അവര് യുദ്ധം ജയിച്ചത്. പക്ഷേ ബക്സാർ യുദ്ധം അങ്ങനെയല്ല ജയിച്ചത്. സൈനിക ബലം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തിയ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? ബക്സാർ യുദ്ധം. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇതിനെ എങ്ങനെ വിളിക്കുന്നത്? അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ അരക്കിട്ടുറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. നടന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ 1764 ഒക്ടോബർ 22. ആ സമയത്ത് ആരായിരുന്നു ബംഗാളിലെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി വാൻ സിറ്റാട്ട് ആണ്. ആരാണ്? ഹെൻറി വാൻ സിറ്റാട്ട്. അങ്ങനെ തന്നെ ഓർത്തു വെച്ചോ, ഹെൻറി വാൻ സിറ്റാട്ട് ആണ് ആ സമയത്ത് ബക്സാർ യുദ്ധ സമയത്തെ ബംഗാളിലെ ഗവർണർ എന്ന് പറയുന്നത്. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികളാണ് ബംഗാളിലെ നവാബായ മിർ ഖാസിം, മുഗൾ രാജാവായ ഷാ ആലം II, ഔദിലെ നവാബായ ഷൂജ് ഉദ്ദൗള. ഓക്കെ, അപ്പോൾ ബക്സാർ യുദ്ധത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ നവാബായ മിർ ഖാസിം, മുഗൾ രാജാവായ ഷാ ആലം II, ഔദിലെ നവാബായ ഷൂജ് ഉദ്ദൗള. ഇത്രയും പേരാണ് ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1765 അലഹബാദ് ഉടമ്പടി. ഓക്കെ, അപ്പോൾ ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് അലഹബാദ് ഉടമ്പടിയാണ്. നടന്ന വർഷം 1765. അലഹബാദ് ഉടമ്പടി ഒപ്പുവെച്ച ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവും. അതേപോലെ തന്നെ എന്തായിരുന്നു ഈ അലഹബാദ് ഉടമ്പടിയുടെ ഫലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ
എന്തായിരുന്നു അലഹബാദ് ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ് എന്ത്, ബംഗാൾ, ബീഹാർ, ഒറീസ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുക്കുകയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുകയാണ്. അന്ന് ഈ പറയുന്ന നികുതി എന്ന് പറഞ്ഞാൽ ദിവാനിയാണ്. ദിവാനി പിരിച്ചെടുക്കാനുള്ള അവകാശമാണ് ആർക്ക് കൊടുക്കുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്നു. അതേപോലെ തന്നെ ബംഗാളിൽ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ, അതായത് നൈസാമത്ത് എന്ന് പറയുന്ന ആളെ നിയമിക്കാനുള്ള അവകാശവും ആർക്ക് കൊടുക്കുകയാണ്? ഈ പറയുന്ന കമ്പനിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കമ്പനിക്ക് എന്താണ് പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അത് നടന്ന വർഷം 1765 ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അതിൽ ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന്, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാൻ അല്ലെങ്കിൽ ദിവാനി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ നൈസാമത്ത്, ബംഗാളിൽ ക്രമസമാധാന പാലനത്തിനുള്ള ചുമതല, അത് മാർക്ക് തന്നെ കൊടുക്കുകയാണ്, കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അലഹബാദ് ഉടമ്പടി 1765 കൊണ്ട് കമ്പനിക്കുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ബക്സാർ യുദ്ധത്തെ കുറിച്ചാണ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. അതായത് എന്ത്, നിലവിലെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം, അങ്ങനെ തന്നെ പറയാം. ഏതിനെ? ബക്സാർ യുദ്ധം നടന്നത് 1764 ഒക്ടോബർ 22 ആ സമയത്ത് ഹെൻറി വാൻ സിറ്റാട്ട് ആണ്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ബക്സാർ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയായിരുന്നു അലഹബാദ് ഉടമ്പടി. അതും എന്താണ്, നമ്മൾ പറഞ്ഞു, അതായത് ദിവാനിയും അതേപോലെ തന്നെ നൈസാമത്ത്, ഇത് രണ്ടും കമ്പനിക്ക് തീരെഴുതി കൊടുത്തതും അലഹബാദ് ഉടമ്പടി പ്രകാരമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. നമ്മൾ ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അടുത്താണ് മൈസൂർ യുദ്ധങ്ങൾ. ഓക്കെ, അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ നമുക്ക് നോക്കാം. മൈസൂർ യുദ്ധത്തിന്റെ അകത്ത് വരുന്നത് ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധം, അതിനെയാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ, മൈസൂർ യുദ്ധങ്ങൾ 4 നമുക്ക് പഠിക്കാനുള്ളത്. 4 മൈസൂർ യുദ്ധങ്ങൾ. എപ്പോഴും PSC ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാന്നുള്ളത് ഞാൻ ആ പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മൈസൂർ യുദ്ധങ്ങളാണ് നിലവിൽ നമുക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ എത്ര എണ്ണം? 4 എണ്ണം. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തിയായിരുന്നു മൈസൂർ സുൽത്താൻമാർ. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരായിരുന്നു ഹൈദരാലിയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താനും. ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു കൃഷ്ണ രാജ വോഡയാർ. ഓക്കെ, അപ്പോൾ ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണരാജ വോഡയാർ എന്ന് പറയുന്നത്. മൈസൂർ യുദ്ധങ്ങൾ ശരിയും ഏത് സുൽത്താൻമാരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ 2 പേരാണ് പഠിക്കാനുള്ളൂ. ഒന്ന് ഹൈദരാലിയും ഒന്ന് ടിപ്പു സുൽത്താനും. 4 മൈസൂർ യുദ്ധങ്ങളും. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. ഓക്കെ, അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? 1767 മുതൽ 1769 വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഒന്നാം മൈസൂർ യുദ്ധം ഹൈദരാലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ വിജയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാലിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം 1767 to 69 ആരൊക്കെ തമ്മിലാ? ഹൈദരാലിയും ഇംഗ്ലീഷുകാരും തമ്മിലാണ് യുദ്ധം നടന്നത്. ആരാണ് യുദ്ധത്തിൽ വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാലിയാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ഉടമ്പടിയാണ് 1769. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് PSC ചോദിച്ചത് ഒന്നാം മൈസൂർ യുദ്ധം നടന്നപ്പോൾ ആരായിരുന്നു അതിലെ വിജയ് എന്നുള്ളതാണ്. അത് ഹൈദരാലി. പിന്നെ ഉള്ളൊരു പോയിന്റ് ആണ് എന്ത്? ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ മദ്രാസ് ഉടമ്പടി 1769. ഓക്കെ, അടുത്തതാണ് രണ്ടാം മൈസൂർ യുദ്ധം. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1780 മുതൽ 1784 വരെയാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചേക്കുന്നതാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കോട്ട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഓക്കെ, അപ്പോൾ
രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കോട്ട്. എന്തായിരുന്നു രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം? അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മാഹി ആക്രമിച്ചു. ബ്രിട്ടീഷുകാർ മാഹി ആക്രമിച്ചതാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം. അങ്ങനെ എന്ത് ചെയ്യാണ്? രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി ആർക്കോട്ട് എന്ന് പറയുന്ന പ്രദേശം എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. ഇംഗ്ലീഷ് പ്രദേശമായ ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം ഹൈദരാലിയാണ് നയിച്ചത്. പക്ഷേ 1782 ഹൈദരാലി അന്തരിക്കുകയാണ്. അതിനുശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിപ്പു സുൽത്താനാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗലാപുരം സന്ധിയാണ്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? മംഗലാപുരം സന്ധിയാണ്. ഓക്കെ. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് ആർക്കോട്ട് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു, അതായത് എന്ത്? ഹൈദരാലി അന്തരിച്ചത് 1782 ഹൈദരാലി അന്തരിക്കുകയാണ്. ഏത് യുദ്ധത്തിലാണ് ഹൈദരാലി അന്തരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം മൈസൂർ യുദ്ധത്തിലാണ് ഹൈദരാലി അന്തരിക്കുന്നത്. അതിനുശേഷമാണ് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ. ഇനി മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1790 മുതൽ 1792 വരെയുള്ള കാലഘട്ടമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. അപ്പോൾ ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ചതാണ് എന്തിന്റെ? മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധമാണെങ്കിൽ മാഹി ആക്രമണമായിരുന്നു. അതേപോലെ മൂന്നാം മൈസൂർ യുദ്ധമാണെങ്കിൽ ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. മൂന്നാം മൈസൂർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആണ്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവാലിസ് പ്രഭു ആണ്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവച്ചത് ഏതു വർഷമാണ്? അത് 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ. ഇനി അവസാനത്തെ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799 നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാലാം മൈസൂർ യുദ്ധം തന്നെയാണ്. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലി ആണ്. നടന്ന വർഷം 1799. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലിയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു വിശേഷണമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ആർതർ വെല്ലസ്ലി ആണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മലബാർ, കുടക്, ദിണ്ടിഗൽ, ബരാമഹൽ എന്ന് പറയുന്ന പ്രദേശങ്ങൾ. ഓക്കെ. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ മലബാർ, കുടക്, ദിണ്ടിഗൽ, ബരാമഹൽ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് ആർക്ക് വിട്ടുകൊടുത്തത്? ബ്രിട്ടീഷുകാർക്ക് ടിപ്പു വിട്ടുകൊടുത്തത്. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. ടിപ്പു എന്നാണ് അന്തരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് 1799 മെയ് 4 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. കൊല്ലപ്പെട്ടത് 1799 മെയ് 4. നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു മൈസൂര്. ഓക്കെ. അപ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈസൂരാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് 4 മൈസൂർ യുദ്ധങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരാലിയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താനുമായിരുന്നു നിലവില് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ എന്താണ് മൈസൂർ സുൽത്താൻമാർ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെയും രണ്ടാമത്തെ യുദ്ധത്തിന്റെ പകുതി വരെയാണ് ആര് വന്നിട്ടുള്ളൂ? ഹൈദരാലി വന്നിട്ടുള്ളൂ. ആദ്യം വിജയിച്ചത് ഹൈദരാലിയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ യുദ്ധത്തിന്റെ ഏകദേശം പകുതി ആവുമ്പോഴേക്കും ഹൈദരാലി എന്ത് ചെയ്യാണ്? അന്തരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആര് വരികയാണ്? ടിപ്പു വരികയാണ്. ടിപ്പു വന്ന് മൂന്നാമത്തെ മൈസൂർ യുദ്ധം ടിപ്പുവിന്റെ നേതൃത്വത്തിലും രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കുന്നതും അതേപോലെ തന്നെ നാലാമത്തെ മൈസൂർ യുദ്ധത്തോടു കൂടി എന്ത് ചെയ്യാണ്?
ഈ പറയുന്ന ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ് 1799 മെയ് 4-ന്. അങ്ങനെ ടിപ്പു കൊല്ലപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം മൈസൂർ യുദ്ധത്തിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 4-ാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മകളെ അത് ആരാണ്? അർതർ വെല്ലസ്ലി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 4-ാം മൈസൂർ യുദ്ധം നടന്ന വർഷം എന്നാണെന്നുള്ളത് 1799. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്ന് കരുതുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ടിപ്പു സുൽത്താൻ. നമ്മൾ നിലവിൽ ടിപ്പു സുൽത്താന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങ് പറയുകയാണ്. ഷേർ ഇ മൈസൂർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഷേർ ഇ മൈസൂർ എന്ന പേരിൽ അറിയപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏത് സുൽത്താനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഷേർ ഇ മൈസൂർ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഒത്തിരി തവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചേക്കണെയാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിപ്പു സുൽത്താനാണ്. ടിപ്പുവിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമായിരുന്നു. റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഫ്രഞ്ച് ക്ലബിൽ അംഗമായ ജാക്കോബിയൻ ക്ലബിൽ അംഗമായ ഭരണാധികാരി ഇന്ത്യയിലെ ആരാന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. അതേപോലെ തന്നെ റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയൻ ക്ലബിൽ അംഗമായതും ആര് തന്നെയാണ്? നമ്മുടെ ടിപ്പു സുൽത്താനാണ്. ഓക്കെ, നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചു. ഓക്കെ, സ്വാതന്ത്ര്യത്തിന്റെ മരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് വെച്ച് അദ്ദേഹം നട്ടുപിടിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നട്ടുപിടിപ്പിച്ച ആ മരം, സ്വാതന്ത്ര്യത്തിന്റെ മരം അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് ജാക്കോബിയൻ ട്രീ എന്നും ലിബർട്ടി ട്രീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന റിപ്പബ്ലിക് എന്ന ആശയം അദ്ദേഹം ഉൾക്കൊള്ളുകയും അതേപോലെ എന്ത് ചെയ്തു? ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചു. എവിടെ? അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്ത്. അതേപോലെ തന്നെ ഫ്രഞ്ച് ജാക്കോബിയൻ ക്ലബിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മുടെ ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക നാട്ടാൻ അനുവാദം നൽകിയ സുൽത്താൻ, അതും ആര് തന്നെയാ? ടിപ്പു സുൽത്താനാണ്. അദ്ദേഹം സിറ്റിസൺ ടിപ്പു അല്ലെങ്കിൽ പൗരനായ ടിപ്പു എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഫ്രഞ്ച് ആശയത്തിലൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുകയും അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് അദ്ദേഹം തൻ്റെ പേര് വരെ മാറ്റുവാണ്. പൗരനായ ടിപ്പു അല്ലെങ്കിൽ സിറ്റിസൺ ടിപ്പു എന്നൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുകയാണ്. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതിയായിരുന്നു ഫത്ത് ഉൾ മുജാഹിദീൻ. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതിയായിരുന്നു ഫത്ത് ഉൾ മുജാഹിദീൻ. ഫത്ത് ഉൾ മുജാഹിദീൻ. ബാംഗ്ലൂരിലെ ലാൽബാഗിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാലി ആയിരുന്നു. ലാൽബാഗിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതാണെങ്കിൽ ടിപ്പു സുൽത്താനുമാണ്. അപ്പോൾ ആരംഭിച്ചത് ഹൈദരാലി ആണെങ്കിലും ലാൽബാഗിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഈ ടിപ്പു സുൽത്താന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈസൂറാണ്, ശ്രീരംഗപട്ടണം. അതേപോലെ തന്നെ അദ്ദേഹത്തെ മാർക്ക് വിൽക്സ് എന്ന് പറയുന്ന ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ടിപ്പു ആകട്ടെ, അതായത് ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാനാണ് ഹൈദരാലി ജനിച്ചത്, ടിപ്പു ആകട്ടെ അങ്ങനെ ഒന്ന് നഷ്ടപ്പെടാനും എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്ക് വിൽക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാനാണ് ആര് വന്നത്? ഹൈദരാലി ജനിച്ചത്. ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാനാണ് ഹൈദരാലി ജനിച്ചത്, ടിപ്പു ആകട്ടെ അങ്ങനെ ഒന്ന് നഷ്ടപ്പെടാനും എന്ന് അഭിപ്രായപ്പെടുത്തത് ചരിത്രകാരൻ ആരാന്ന് ചോദിച്ചാൽ അത് മാർക്ക് വിൽക്സ് ആണ്. ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ടിപ്പു സുൽത്താൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ് ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താന്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണമാണ് ഫാറൂഖ് പട്ടണം എന്ന് പറയുന്നത്.
സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഷേർ ഇ മൈസൂർ എന്ന പേരിലാണ്. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? ടിപ്പു സുൽത്താൻ തന്നെയാണ്. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കി ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തെ ഈ പറയുന്ന ഫ്രഞ്ച് ക്ലബിൽ അംഗമാവുകയും ഫ്രഞ്ച് ആശയങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അദ്ദേഹം തൻ്റെ തലസ്ഥാന നഗരിയിൽ എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചു. അതറിയപ്പെടുന്ന രണ്ട് പേരുകളായിരുന്നു ജാക്കോബിയൻ ട്രീ എന്നും അതേപോലെ തന്നെ ലിബർട്ടി ട്രീ എന്ന പേരിലും അറിയപ്പെട്ടു. അദ്ദേഹം തൻ്റെ പേര് മാറ്റുകയാണ്. അതായത് എന്ത്? സിറ്റിസൺ ടിപ്പു അല്ലെങ്കിൽ പൗരനായ ടിപ്പു എന്ന സ്വന്തമായി വിശേഷിപ്പിക്കുകയാണ്. അദ്ദേഹം റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതി എഴുതി. അതാണ് ഫത്ത് ഉൾ മുജാഹിദീൻ. ഫത്ത് ഉൾ മുജാഹിദീൻ. ബാംഗ്ലൂരിലെ ലാൽബാഗിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാലി ആണെങ്കിൽ അത് പൂർത്തിയാക്കിയത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം. അതേപോലെ തന്നെ മാർക്ക് വിൽക്സ് എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ വേണ്ടി ഹൈദരാലി ജനിച്ചെങ്കിൽ ആ സാമ്രാജ്യത്തെ എന്താണ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ജനിച്ചവനാണ് ആര്? ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ടിപ്പു സുൽത്താന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് എന്തെന്ന് പറയുന്നത്, ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് ബാബറാണ്. അപ്പൊ രണ്ടും ഓർത്തു വച്ചോ, മാറിപ്പോവരുത്. അപ്പോൾ റോക്കറ്റ് സാങ്കേതിക വിദ്യ ടിപ്പു ആണ്. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പടയാണെങ്കിൽ അത് ബാബറാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു ഏതെന്ന് പറയുന്നത്? മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ. ഒന്നാം മറാത്ത യുദ്ധം നടന്ന വർഷം 1775 മുതൽ 1782 വരെയാണ് ഒന്നാം മറാത്ത യുദ്ധം നടന്നത്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന്റെ കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധം നടന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. ഒന്നാം ആംഗ്ലോ യുദ്ധ സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം ആംഗ്ലോ യുദ്ധ സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് സാൽബായി സന്ധിയാണ്. നടന്ന വർഷം 1782 എന്ത്? ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് അവസാനിക്കാൻ കാരണമായ സന്ധിയായ സാൽബായി സന്ധി 1782. അടുത്തത് രണ്ടാം മറാത്ത യുദ്ധം. രണ്ടാം മറാത്ത യുദ്ധം നടന്ന വർഷം 1803 മുതൽ 1805 വരെയാണ് രണ്ടാം മറാത്ത യുദ്ധം. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് രാജ്ഘട്ട് സന്ധി. 1805 രാജ്ഘട്ട് സന്ധി. 1805 ഓർത്തു വച്ചോ. പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധിയാണ് 1822 ബാസിൻ സന്ധി എന്ന് പറയുന്നത്. രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരനായിരുന്നു ആർതർ വെല്ലസ്ലിയും അതേപോലെ തന്നെ ജനറൽ ലേക്കുമാണ് എന്ത് ചെയ്തത്? രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. അടുത്തതാണ് മൂന്നാം മറാത്ത യുദ്ധം. മൂന്നാം മറാത്ത യുദ്ധം നടന്ന വർഷം 1817 മുതൽ 1819 വരെയാണ് മൂന്നാം മറാത്ത യുദ്ധം. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ അവസാന പേഷ്വയായ ബാജിറാവു II ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങി. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂനെയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാം മറാത്ത യുദ്ധം നടന്നത് 1817 മുതൽ 19 വരെയാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന്റെ കാരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും
നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള മറാത്തക്കാരുടെ ശ്രമവും. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായത് പേഷ്വായ ബാജിറാവു II ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങിയത് തന്നെയാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂനെയാണ്. ഓക്കെ, അപ്പോൾ മറാത്ത യുദ്ധങ്ങൾ 3 എണ്ണമാണ്, മൈസൂർ യുദ്ധങ്ങൾ 4 എണ്ണമാണ്, അതേപോലെ തന്നെ എന്താണ് പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെല്ലൂർ ലഹളയെ കുറിച്ചാണ്. വെല്ലൂർ ലഹള നമുക്കറിയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യത്തെ കലാപമാണ് ഏതെന്ന് പറയുന്നത് വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെല്ലൂർ കലാപം എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യ കലാപം, അതാണ് വെല്ലൂർ ലഹള എന്ന് പറയുന്നത്. ഈ വെല്ലൂർ ലഹള നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. 1806 ജൂലൈ 10 വെല്ലൂർ ലഹള നടന്നത്. 1806 ജൂലൈ 10 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ കലാപമാണ് വെല്ലൂർ ലഹള. വെല്ലൂർ കലാപം അല്ലെങ്കിൽ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വെല്ലൂർ കലാപ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ. വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബെന്റിക് ആണ്. ഓക്കെ, അപ്പോൾ വില്യം ബെന്റിക് ആണ് വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ. വെല്ലൂർ ലഹളയ്ക്ക് കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരിഷ്കാരമാണ് വെല്ലൂർ ലഹളയ്ക്ക് കാരണമാക്കിയ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ വെല്ലൂർ കലാപത്തിന്റെ കാരണമായ സംഭവമാണ് സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരിഷ്കാരം. വേഷപരിഷ്കാരം നടപ്പിലാക്കിയ സൈനിക മേധാവിയായിരുന്നു ജോൺ ക്രാഡോക്ക് എന്ന് പറയുന്നത്. ജോൺ ക്രാഡോക്ക് ആണ് വേഷപരിഷ്കാരം നടപ്പിലാക്കിയത്. വെല്ലൂർ ലഹളയെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവ്വരംഗം എന്ന് വിശേഷിപ്പിച്ചത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയും. വെല്ലൂർ ലഹളയെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവ്വ രംഗം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. വെല്ലൂർ ലഹള അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് റോളോ ഗില്ലസ്പി എന്ന് പറയുന്നത്. അപ്പോൾ റോളോ ഗില്ലസ്പി ആണ് വെല്ലൂർ ലഹളയെ അടിച്ചമർത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് മെയിൻ ആയിട്ടുള്ള അതായത് യുദ്ധങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് ഏതൊക്കെ യുദ്ധങ്ങളായിരുന്നു നിലവിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്? അതായത് പ്ലാസി യുദ്ധം നമ്മൾ പഠിച്ചു, ബക്സാർ യുദ്ധം പഠിച്ചു, മൈസൂർ യുദ്ധങ്ങൾ പഠിച്ചു, മറാത്ത യുദ്ധങ്ങൾ പഠിച്ചു, അതേപോലെ തന്നെ വെല്ലൂർ കലാപം പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതായത് നിയമവ്യവസ്ഥയിൽപ്പെട്ട സൈനിക സഹായ വ്യവസ്ഥയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമുക്ക് അടുത്തതാണ് ഏതെന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം. അപ്പൊ അതാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഇതുവഴിയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ എന്താണ് ഒത്തിരി പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കീഴടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ പറയുന്ന തഞ്ചാവൂര്, ഇൻഡോർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് സൈനിക സഹായ വ്യവസ്ഥ വഴിയാണ്. എന്തായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798 സൈനിക സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡറി അലയൻസ് നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? ഹൈദരാബാദാണ്. നിലവിൽ വന്ന എന്ന സൈനിക സഹായ വ്യവസ്ഥ 1798 ഓക്കെ, ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച മറ്റു നാട്ടുരാജ്യങ്ങളായിരുന്നു തഞ്ചാവൂർ, ഇൻഡോർ എന്നിവ. ഓക്കെ, അപ്പൊ തഞ്ചാവൂർ, ഇൻഡോർ, ഹൈദരാബാദ് ഒക്കെ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. അതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയുടെ നിലവിലത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ നാട്ടുരാജ്യവും ചെയ്യേണ്ട കാര്യം. കൂടാതെ ഗവർണർ ജനറലിന്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാതെ മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയോ ഇല്ലെന്നും സമ്മതിക്കണമായിരുന്നു. പകരം എന്ത് ചെയ്യും? ഈ പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നടന്നത് 1798
ആദ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് ഏതാ രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. മറ്റു നാട്ടുരാജ്യങ്ങളായിരുന്നു തഞ്ചാവൂരും ഇൻഡോറും. എന്തായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിലവിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? രാജ്യത്തൊരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. അങ്ങനെ നിലനിർത്തുമ്പോൾ എന്താണ്? ഈ പറയുന്ന ഗവർണർ ജനറലിന്റെ അനുവാദമില്ലാതെ മറ്റ് നാട്ടുരാജ്യങ്ങളായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരല്ലാതെ മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്നും എന്ത് ചെയ്യണം? സമ്മതിക്കണമായിരുന്നു. ഇതിനു പകരം എന്ത് ചെയ്യും? നമ്മുടെ ഏതാണോ ഈ പറയുന്ന നാട്ടുരാജ്യം അവരെന്ത് ചെയ്യും? ആ നാട്ടുരാജ്യത്തെ സംരക്ഷിക്കും. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കമ്പനിക്ക് അവരുടെ അധികാരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പട്ടാളക്കാരെ മറ്റ് നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ തീറ്റിപ്പോറ്റാൻ കിട്ടുന്ന ഒരു വ്യവസ്ഥ, അതിന് ആണ് എന്തെന്ന് പറയുന്നത്? ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. ഓക്കെ, അടുത്തതാണ് ദത്തവകാശ നിരോധന നിയമം. അതായത് അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമം. ഇതിനെയാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിച്ച് പകരം എന്ത് ചെയ്യുന്നു? രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഈ ഒരു നിയമമായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ആര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമായിരുന്നു സത്താറ. ഓക്കെ, അപ്പോൾ സത്താറ എന്നാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ് 1850 സാമ്പൽപൂര്, 1852 ഉദയ്പൂര്, 1853 നാഗ്പൂര്, 1854 ഝാൻസി. ഇതൊക്കെ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? സാമ്പൽപൂര്, ഉദയ്പൂര്, ഝാൻസി, നാഗ്പൂര്. ഓക്കെ, കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അവധായിരുന്നു. ഓക്കെ, അപ്പോൾ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അവധാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് പ്രഭുവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഏത് വൈസ്രോയി അല്ലെങ്കിൽ ഏത് ഗവർണർ ജനറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി ആണ്. ഓക്കെ, ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് അവധിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഔദ് പിടിച്ചെടുത്ത ശേഷമാണ് നവാബ് വാജിദ് അലി ഷാ ആണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചത് അവധിനെയാണ്. ബ്രിട്ടീഷുകാർ ഔദ് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തിയ നവാബാണ് വാജിദ് അലി ഷാ. വാജിദ് അലി ഷായെ നാടുകടത്തിയ സ്ഥലമാണ് കൽക്കട്ട. ദത്തവകാശ നിരോധന നിയമം വഴി പിൻവലിച്ച വൈസ്രോയി ആരാ ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാ ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. കൊണ്ടുവന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് മക്കളെ ഡൽഹൌസി ആണ്. 1848 ആരാണ് ഇത് പിൻവലിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനിങ് പ്രഭു ആണ്. അത് 1859. ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിട്ടൂർ ചിന്നമ്മയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കിട്ടൂർ കലാപം? അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. ഈ ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കിട്ടൂർ ചിന്നമ്മ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് മറാത്ത യുദ്ധങ്ങൾ 3 പഠിച്ചു. 4 മൈസൂർ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പ്ലാസി യുദ്ധം പഠിച്ചു, ബക്സാർ യുദ്ധം പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോകാം?
നിലവിലെ വൈസ്രോയിസ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ആദ്യത്തെ നമുക്ക് ആളായിട്ടുള്ള ആര് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവ് നമുക്കറിയാം ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരിൽ ആദ്യത്തെ ഗവർണർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ്. നമുക്ക് 15 ഗവർണർ ജനറൽമാരും 20 വൈസ്രോയിമാരെയും കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് കോഡൊക്കെ അവസാനം നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, പഠിച്ചതിന് ശേഷം കോഡാക്കാം. ഓക്കെ, അപ്പോൾ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരിൽ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവിനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. നവാബ് മേക്കർ എന്നറിയപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ് നവാബ് മേക്കർ എന്ന പേരിൽ അറിയപ്പെട്ടത്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം പീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം പീറ്റ് ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചാത്തം പ്രഭു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം പീറ്റ് അല്ലെങ്കിൽ ചാത്താം പ്രഭു. ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണർ, അതും ആര് തന്നെയാ? റോബർട്ട് ക്ലൈവ് ആണ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ഓക്കെ, അപ്പോൾ അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ഏതെന്ന് പറയുന്നത് പ്ലാസി യുദ്ധം. നമുക്കറിയാം 1757 ജൂൺ 23-നാണ് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ നടത്തിയ യുദ്ധം പ്ലാസി യുദ്ധം. യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച അറിയപ്പെട്ട പേരായിരുന്നു പ്ലാസി പ്ലണ്ടർ എന്നുള്ളത്. നമ്മൾ പഠിച്ചതാണ് പ്ലാസി പ്ലണ്ടർ. ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ട വ്യക്തി നമുക്കറിയാം ആരാണ്? മിർ ജാഫർ ആണ് ക്ലൈവിന്റെ കുറുക്കൻ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തിലെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ് ആരുടെ വാക്കുകളായിരുന്നു ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ കീഴടക്കാം എന്ന് പറഞ്ഞത് ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് റോബർട്ട് ക്ലൈവിന്റെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ, ഒന്ന് ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അതേപോലെ തന്നെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായിരുന്നു റോബർട്ട് ക്ലൈവ്. നവാബ് മേക്കർ, അതായത് നമുക്കറിയാം നിലവിൽ എന്താണ് ഈ പറയുന്ന സിറാജ് ഉദ്ദൗള എന്ന് പറയുന്ന വ്യക്തിയെ എന്താണ് ഈ പറയുന്ന ചതിയിലൂടെ കൊലപ്പെടുത്തുകയും അതിനുശേഷം അവിടെ മിർ ജാഫർ എന്ന് പറയുന്ന ആളെ ബംഗാളിലെ നവാബാക്കി മാറ്റി. അങ്ങനെ നവാബിനെ ഉണ്ടാക്കിയ ആളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന റോബർട്ട് ക്ലൈവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? നവാബ് മേക്കർ എന്ന പേരിൽ വിളിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചു. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പീറ്റ് അല്ലെങ്കിൽ ചാത്തം പ്രഭു. ദ്വിഭരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡുവൽ ഗവൺമെന്റ് കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളില്. അതേപോലെ അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തും അദ്ദേഹമാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരുടെ കാലത്താണ്? ഈ പറയുന്ന നമ്മുടെ റോബർട്ട് ക്ലൈവിന്റെ സമയത്താണ്. അതേപോലെ ബക്സാറും. യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച പ്ലാസി പ്ലണ്ടർ. അദ്ദേഹത്തിന്റെ കുറുക്കനാണ് ക്ലൈവിന്റെ കുറുക്കൻ മിർ ജാഫർ. 2000 പട്ടാളക്കാരെ അയച്ചു വരിക, ഞാൻ ഭാരതത്തെ കീഴടക്കാം എന്ന് പറഞ്ഞതും റോബർട്ട് ക്ലൈവ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ട വ്യക്തി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ട വ്യക്തി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെട്ട ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴ്സൺ പ്രഭു ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴ്സൺ പ്രഭു ആണ്. അപ്പോൾ
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കഴ്സൺ. അപ്പോൾ ബാബർ എപ്പോഴും ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ബാബർ റോബർട്ട്, അക്ബർ റിച്ചാണ്, അതേപോലെ തന്നെ എന്താണ്? ഔറംഗസേബ് കഴ്സൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സിലെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന രീതിയിൽ യുദ്ധങ്ങൾ വഴി, നിയമങ്ങൾ വഴി, പ്ലാസി, മൈസൂർ, മറാത്ത, ബക്സാർ യുദ്ധം, അതാണ് യുദ്ധങ്ങൾ വഴി കേന്ദ്രീകരിച്ച് നമ്മൾ പറഞ്ഞു. ബംഗാൾ, ബീഹാർ, മലബാർ, കൂർഗ്, മറാത്ത. നിയമങ്ങൾ വഴിയാണ് 2 നിയമങ്ങൾ. സൈനിക സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് 1798. ദത്തവകാശ നിരോധന നിയമമാണെങ്കിൽ 1848. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോറും, ഝാൻസി, സത്താറ, നാഗ്പൂറും. അങ്ങനെ കീഴടക്കിയ പ്രദേശങ്ങളിലൊക്കെ കമ്പനി ഏകീകരണ ഭരണം നടപ്പിലാക്കി. പിന്നീടാണ് ഈ പറയുന്ന ഗവർണറായിട്ട് ആര് വരുന്നത്? റോബർട്ട് ക്ലൈവ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് പോകുന്ന അടുത്ത എന്താണ്? നമ്മുടെ ഗവർണർ ജനറലിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഗവർണറെ കുറിച്ചാണ്. ഇനി ഗവർണർ ജനറൽ ആയിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഷെയറും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സുകളൊന്ന് എത്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക? ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിലവിൽ കാണാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, പോയി കാണുക. PDF നോട്ട് എല്ലാം ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതും ഇട്ടേക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാലൻസ് പാർട്ട് ആയിരിക്കും വരുന്നത് ക്ലാസ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഏകദേശം തീരാൻ പോവുകയാണ്. അപ്പോൾ അത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം നല്ല ലെവലിൽ തന്നെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഒത്തിരി വലിയ ലെങ്ത് ഉള്ള ക്ലാസ് എടുക്കാത്തത്. മൊത്തമായിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടില്ലെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, അതായത് ക്ലാസ്സുകളാണെങ്കിലും അതേപോലെ നോട്ടാണെങ്കിലും ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം വലിയൊരു ടീമിൻ്റെ വർക്കാണ് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകളും അതേപോലെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒത്തിരി തവണ പ്രൂഫ് റീഡ് ചെയ്തും ഒത്തിരി തവണ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. വൈകുന്നേരം നമുക്ക് ക്വസ്റ്റ്യൻ ബോർഡിൽ കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.